ഞങ്ങളെല്ലാരും ഇറക്കും ഇവിടുത്തെ ആളുകളെ. അതല്ല ഇന്നലെ ഇവിടെ ഇങ്ങനെ പരിപാടി നടക്കും. മന്ത്രി ഇവിടെ പാട്ട് സ്റ്റേജിൽ പാട്ട് പാടി രക്ഷിക്കായിരുന്നല്ലോ. ഇവിടെ ജീവൻ പോയി. ഇന്നൊരു പോർച്ചാൽമത്ത് ഞങ്ങൾ ഈ നാട്ടിൽ എങ്ങനെ ഇവിടെ ജീവിക്കും? ഇത് എത്ര കാലം തുടങ്ങിയിട്ട് 3 ദിവസം ഒരു കളക്ടർ കൂടെ ഇയാള് പാട്ടും പാടി നടക്കുക കോഴിക്കോട്. മന്ത്രിയാ ഞങ്ങൾക്ക് ഈ ആളെ കൊണ്ടുവരാ. ഞങ്ങളെ കംപ്ലീറ്റ് ആളുണ്ട്. ഞങ്ങൾ ഇറക്കുവിടെ. ഞങ്ങളെ കൊല്ലേണ്ടി വരും. ഞങ്ങളൊരു സഹോദരൻ മരിച്ചവിടെ. എന്നിട്ട് ഇപ്പൊ എങ്ങനെ ഒന്നിനു മുമ്പ് എന്തിനു വന്നവിടെ? അതല്ല ഇന്നലെ ഇവിടെ ഇത്തിരി പരിപാടി നടക്കുമ്പോ അയാൾ സ്റ്റേജിൽ പരിപാടി നടത്തുക, പാട്ട് ഗാനം. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇപ്പോഴും ഈ വാഹന വ്യൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വലിയ പോലീസ് സന്നാഹമുണ്ട്. പോലീസിന് ഒരു ബലം പ്രയോഗിക്കുന്നതിന് പരിമിതിയുണ്ട്. മരണം നടന്നൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ പോലീസ് സന്നാഹത്തിന് ബലം പ്രയോഗിക്കുന്നതിന് പരിമിതികളുണ്ട്. ആ ഒരു പരിമിതികൾ ഉള്ളതോടൊപ്പം തന്നെ പോലീസ് ചെറിയ രീതിയിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിൽ മന്ത്രിയുടെ വാഹനം തടഞ്ഞ ഓരോരുത്തരെയായി നാട്ടുകാരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റുകയാണ്. മന്ത്രിയുടെ വാഹനം പതിയെ പതിയെ നീങ്ങുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരുപാട് ആളുകൾ അവിടെ എത്തി വനം മന്ത്രിക്കെതിരെ പ്രതിഷേധം ഉയർത്തുന്നത്, വിമർശനം ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആളുകളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് പോലീസ്. ശക്തമായ സുരക്ഷ തന്നെ രാധയുടെ വീടിന് മുന്നിൽ പോലീസ് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രിയെ അവിടെ അകത്തേക്ക് കടത്തിവിടില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട്. സനീസ് കേൾക്കാമോ? അവിടെ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? തീർച്ചയായും പോലീസ് ഇപ്പോൾ ബലം പ്രയോഗിക്കുന്നുണ്ട്. ലാത്തി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും വലിയ തരത്തിൽ ബലം പ്രയോഗിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ശാരീരികമായി ചില ഘട്ടങ്ങളിൽ മർദ്ദിക്കുന്ന സാഹചര്യം വരെ ഉണ്ട്. എന്തായാലും വലിയ തരത്തിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ആളുകളെ നീക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്ന് കാണാൻ കഴിയും. ഇപ്പോഴും മന്ത്രിക്ക് ആ വീട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് മന്ത്രി എത്തിയിട്ടുള്ളത്. അതേസമയം ഇപ്പോഴും ആ ഭാഗത്തേക്ക് രാധയുടെ വീട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ രോഷം അണപൊട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ വളരെ സംയമനത്തോടു കൂടിയാണ് ഇടപെട്ടതെങ്കിലും ഇപ്പോൾ അത് കൈവിട്ടുപോയിരിക്കുന്നു. ജനങ്ങളുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് അണപൊട്ടുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെയും ബലപ്രയോഗ രീതി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് കാണേണ്ടി വരും. ചില ഘട്ടങ്ങളിലെങ്കിലും ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും പോലീസ് മർദ്ദിക്കുന്നതും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഏതായാലും വലിയ തരത്തിൽ പോലീസ് ബന്ദോബസ്തോടുകൂടി എത്തിയ മന്ത്രിക്ക് ഇപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. മന്ത്രിയെ തടഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. ചെറിയ രീതിയിൽ വാഹനം മുന്നോട്ട് നീങ്ങുന്നുണ്ട് എങ്കിൽ പോലും മന്ത്രിക്ക് ഇപ്പോഴും രാധയുടെ വീട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ മന്ത്രി ഒരിക്കലും ആഗ്രഹിക്കാത്ത തരത്തിൽ വലിയ പ്രതിഷേധത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വേണം അദ്ദേഹത്തിന് രാധയുടെ വീട്ടിലെത്താൻ എന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നത് നമ്മൾ കാണേണ്ടി വരുന്നു. ജനങ്ങൾ വലിയ തരത്തിൽ അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. അവർ പറയുന്നത് മന്ത്രി പാട്ടുപാടി നടക്കുകയാണ്. മന്ത്രി ഒരാൾ മരിച്ചപ്പോൾ ഇവിടെ സന്ദർശിക്കുന്നതിന് പകരം ഫാഷൻ ഷോയിൽ പാട്ടുപാടുകയായിരുന്നു ഈ മന്ത്രി എന്ന രൂപത്തിൽ ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും ഒരു നിലക്കും അയവില്ലാതെ പ്രതിഷേധം മുന്നോട്ട് പോവുകയാണ്. വലിയ തരത്തിൽ പോലീസ് സന്നാഹമുണ്ട്. ആളുകളോട് ഈ പ്രൊട്ടസ്റ്റിനിടയിലും ആളുകളെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും ഇതിനിടയിൽ തന്നെ പോലീസ് സുൽത്താൻ ബത്തേരി DYSP അടക്കമുള്ള ആളുകൾ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർ ഇപ്പോഴും അനുനയ ശ്രമത്തിന് വഴങ്ങിയിട്ടില്ല എന്നതാണ് നമ്മൾ കാണുന്ന കാര്യം. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോഴും പ്രദേശത്ത് തുടരുകയാണ്.